എവരിവൺ, ഞങ്ങളൊക്കെ സ്വിറ്റ്സർലൻഡിലാണ് കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ, നല്ല സുഖമുണ്ട്, സുഖമായിരുന്നു യാത്രയൊക്കെ. ഇത് വട്ടവട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. വട്ടവട, മൂന്നാറിനടുത്തുള്ള വട്ടവട ആണ്. ശരിക്കും ഇത് സ്വിറ്റ്സർലാൻഡ് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. പച്ചയൊക്കെ പുതച്ച് നിൽക്കുന്ന ഒരു പ്രകൃതിയാണ് ഇവിടെ മുഴുവനുള്ളത്. ശരിക്കും വട്ടവടയുടെ ഒരു പ്രത്യേകത തന്നെ കൃഷിയിടങ്ങൾ ഏറ്റവും കൂടുതൽ, കേരളത്തിലെ ഏറ്റവും വലിയ കൃഷി വിപണി നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇത് ഞാൻ നിൽക്കുന്നത് ക്യാമ്പ് നോയൽ എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ്. സൂപ്പറാണ്. ക്യാമ്പ് നോയൽ റിസോർട്ടിലേക്ക് ഞങ്ങളൊരു 3:30 എത്തിച്ചേർന്നത്. നമ്മളൊരു ജീപ്പിലാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആ ജീപ്പ് യാത്ര തന്നെ. പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ ക്രിസ്. മഴയാണ്. അപ്പൊ ക്യാമ്പ് നോയൽ റിസോർട്ടിന്റെ അകത്തേക്ക് നമുക്കൊന്ന് നോക്കാം. നല്ല രസം കാണാം കേട്ടോ.
കേറുന്നു കേറുന്നു. ഇവിടുത്തെ ടൈലിംഗ് എല്ലാം വുഡൻ ടൈലിംഗ് ആണ്, വുഡൻ പാനൽ കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ 2 ബെഡ്റൂമാണ് ഉള്ളത്. 2-3 ബെഡ്റൂമുള്ള റിസോർട്ടുണ്ട്. ഇത് നമ്മൾ 2 ബെഡ്റൂം എടുത്തിരിക്കുന്നത്. നല്ല സ്വാനൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് സെറ്റപ്പാണ്. ഇവിടുത്തെ വാഷ്റൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല നല്ല രസമാണ്. ഇതൊക്കെ നല്ല വാർഡ്രോബൊക്കെ നല്ല ഡ്രസ്സിങ് റൂമുണ്ട്. പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ്. നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോകാം. ഇവിടെ ഒരു ലിവിങ് ഏരിയ, അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ, നമുക്ക് ക്യാമ്പ് ഫയർ എന്നല്ലേ പറയുന്നത്. ഇത് ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള ഒരു ലിവിങ് ഏരിയ ആണ്. പിന്നെ ഇതാണ് അടുത്ത സെക്കൻഡ് ബെഡ്റൂം. ഇവിടെ നല്ല ഫ്ലവർ ഒക്കെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഫ്ലവറൊക്കെ എടുത്ത് അഴിച്ചു. ഫ്ലവർ ആയിരുന്നു ഇവിടെ. അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിള്, TV, അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഡ്രസ്സിംഗ് റൂം ടേബിള്, ഡ്രസ്സിംഗ് റൂം, അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം. ഇനിയാണ് എൻ്റെ പ്രിയപ്പെട്ട സ്ഥലം. ഇത് നമ്മുടെ കിച്ചണാണ്. പക്ഷെ നമ്മൾ ഒന്നും കുക്കിംഗ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഒരു ചെറിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളും പിന്നെ അത്യാവശ്യം കിച്ചണിൻ്റെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ലൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് തണുപ്പ്, നല്ല മഴയുണ്ട്, എന്നാൽ നല്ല തണുപ്പുമുണ്ട്. കുറേ നേരമൊക്കെ ആയപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് വിശന്നു. അപ്പം സ്നാക്സൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ചു. അതൊക്കെ എല്ലാവരും കഴിച്ചു. സ്നാക്സ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് പുറത്തൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴേക്കും നല്ല മഴയായി തുടങ്ങി. മാത്രവുമല്ല നല്ല തണുപ്പുമാണ്. എല്ലാ രസം കാണാനായിട്ട്. ഈ സ്ഥലം അറിയോ, അങ്ങോട്ട് നോക്കി പോയോ, നല്ല തണുപ്പുള്ള സമയത്ത് മഴയത്ത് ഇറങ്ങി നടക്കുന്ന ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഇതുവരെയും കിട്ടാത്തൊരു എക്സ്പീരിയൻസ്. അപ്പോൾ എൻ്റെ 2ാമത്തെ മോളാണ് എനിക്ക് ഈ വീഡിയോ ഒക്കെ ഈ ഷൂട്ട് ചെയ്ത് തന്നത്.
മഴയുണ്ട്. അടുത്ത ഒരു പാട്ടുകൾ ഇത് വിളിച്ചേ ജലസം വിളിച്ചേ